ഹായ്, ദ പവർ ഓഫ് അക്സെപ്റ്റൻസ്. അംഗീകാരത്തിൻ്റെ പവർ, സ്വയം അംഗീകരിക്കുന്നതിൻ്റെ പവർ. എന്താണ് അക്സെപ്റ്റൻസ്? നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലെയും ഏത് സംഭവത്തിൽ നമ്മൾ സ്വയം നമ്മളെ കുറ്റപ്പെടുത്തുന്ന സംഭവമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സംഗതിയുണ്ട് അല്ലേ? എന്തൊരവസ്ഥകൾ വരുമ്പോൾ അതങ്ങനെ അതായതുകൊണ്ട് അവൻ്റെ കാരണമാണ്, ഇത് അവളുടെ കാരണമാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന സ്വയം ഒരു കുറ്റപ്പെടുത്തില്ല, അല്ലെ സ്വയം നമ്മൾ തന്നെ കുറ്റപ്പെടുത്തേണ്ട അവസ്ഥയുണ്ട്. നമ്മളപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ്, നെഗറ്റീവ് എനർജി നമുക്ക് ഫോം ചെയ്യുന്നത്. ഒരിക്കലും പോസിറ്റീവായിട്ട് നമുക്ക് തരില്ല. അപ്പോൾ നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി നമുക്ക് നിലനിൽക്കാനും നമുക്ക് ആ ഹാപ്പിനെസ് ഉണ്ടാവാനും നമ്മൾ മറ്റുള്ള മാനിഫെസ്റ്റേഷൻ എല്ലാത്തിനും ഉപകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുക. എന്തിനും ഏതിനും അക്സെപ്റ്റ് ചെയ്യുക. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏതൊരു അവസ്ഥയെയും, അല്ലെ? കുടുംബ ബന്ധങ്ങളിലാണെങ്കിൽ ശരി, ഭാര്യ ഭർത്താവാണെങ്കിൽ ശരി, എന്തൊരു അവസ്ഥയും അവരുടെ സ്വഭാവം നമുക്ക് ശരിയായില്ല, അതങ്ങനെ ആരും ആ ഒരു സംഭവം നമ്മൾ മനസ്സിരുത്തി നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആരാണോ, നമ്മുടെ ഫ്രണ്ടാണോ, നമ്മുടെ പാർട്ട്ണറാണോ, ആരായാലും ആ ഒരു അവസ്ഥയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളുടെ ആ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് ഫോം ചെയ്യുന്നതാണ്. സൈക്കോളജിക്കൽ പ്രോഗ്രാം അത് ശരിക്ക് നമ്മൾ ഒരു പരമാർത്ഥമാണ്. നമ്മളുടെ ആ ഒരു പോസിറ്റീവ് എനർജി അവരിലേക്ക് ഇത് ചെയ്യും. അപ്പോൾ അവർക്ക് നമ്മളോടുള്ള ആ ഒരു സാമീപ്യം അത് വളരെ പോസിറ്റീവായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ വളരെ ശാന്തമായിട്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഏതൊരു അവസ്ഥയും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. സോ ആ ഒരു പവർ നമ്മൾ തിരിച്ചറിയുക അക്സെപ്റ്റൻസിൻ്റെ. ഓക്കെ, സോ ഏതൊരു അവസ്ഥയും നമുക്കൊക്കെ എല്ലാതും അംഗീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.